വചനം 11. വാക്കർത്ഥം. വമിനന്നാസി, മനുഷ്യരിലുണ്ട്, മൈ യഅ്ബുദു, ആരാധിച്ചു വരുന്ന ചിലർ, അഥവാ ഇബാദത്ത് ചെയ്തു വരുന്ന ചിലർ, അല്ലാഹ, അല്ലാഹുവിനെ, അലാ ഹർഫിൻ, ഒരു തെല്ലിന്മേലായിക്കൊണ്ട്, ഒരു ഓരത്തിലായിക്കൊണ്ട്, ഫഇൻ അസ്വാബഹു, അങ്ങനെ അവന് വന്നെത്തിയാൽ, ബാധിച്ചാൽ, ഖൈറുൻ, വല്ല നന്മയും, ഇത്മഅന്ന, അവൻ അടങ്ങും, ബിഹി, അതുകൊണ്ട്, വഇൻ അസ്വാബത്തുഹു, അവന് ബാധിച്ചെങ്കിലോ, ഫിത്നത്തുൻ, വല്ല പരീക്ഷണവും, വല്ല കുഴപ്പവും, ഇൻഖലബ, അവൻ മറിഞ്ഞു പോകും, അവതാളത്തിലാകും, അലാ വജ്ഹിഹി, തൻ്റെ മുഖത്തിന്മേൽ, അഥവാ മുഖംകുത്തി, ഖസിറ, അവൻ നഷ്ടപ്പെട്ടു, അദ്ദുന്യ, ഇഹലോകം, ഇഹത്തിൽ, വൽ ആഖിറത, പരലോകവും, പരലോകത്തും, ദാലിക ഹുവ, അത് തന്നെയാണ്, അൽ ഖുസ്റാനു, നഷ്ടം, അൽ മുബീൻ, വ്യക്തമായ, സ്പഷ്ടമായ. وَمِنَ النَّاسِ مَن يَعْبُدُ اللَّهَ عَلَى حَرْفٍ فَإِنْ أَصَابَهُ خَيْرٌ اطْمَأَنَّ بِهِ وَإِنْ أَصَابَتْهُ فِتْنَةٌ انقَلَبَ عَلَى وَجْهِهِ خَسِرَ الدُّنْيَا وَالْآخِرَةَ ذَلِكَ هُوَ الْخُسْرَانُ الْمُبِينُ. ഒരു തെല്ലിന്മേലായി സ്ഥിതി ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ ആരാധിച്ചു വരുന്ന ചിലർ മനുഷ്യരിലുണ്ട്. അവന് വല്ല നന്മയും വന്നെത്തിയാൽ അവൻ അതുകൊണ്ട് അടങ്ങിക്കൊള്ളും. വല്ല പരീക്ഷണവും അവനെ ബാധിച്ചുവെങ്കിൽ അവൻ മുഖം കുത്തിമറിഞ്ഞ് അവതാളത്തിലായി പോവുകയും ചെയ്യുന്നതാണ്. അവൻ ഇഹത്തിലും പരത്തിലും നഷ്ടപ്പെട്ടുപോയി. അതുതന്നെയാണ് വ്യക്തമായ നഷ്ടം, അതിൽ പരം നഷ്ടമില്ല. വചനം 12. വാക്കർത്ഥം. യദ്ഉ, അവൻ വിളിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, മിൻ ദൂനില്ലാഹി, അല്ലാഹുവിനു പുറമെ, മാലാ യദുറുഹു, അവന് ഉപദ്രവം ചെയ്യാത്തതിനെ, വമാലാ യൻഫഉഹു, അവന് ഉപകാരം ചെയ്യാത്തതിനെയും, ദാലിക ഹുവ, അത് തന്നെയാണ്, അൽ ളലാലു, വഴിപിഴവ്, അൽ ബഈദ്, വിദൂരമായ. يدعو من دون الله ما لا يضره وما لا ينفعه ذلك هو الضلال البعيد. അള്ളാഹുവിനു പുറമെ തനിക്ക് ഉപദ്രവം ചെയ്യാത്തതിനെയും ഉപകാരം ചെയ്യാത്തതിനെയും അവൻ വിളിക്കുന്നു അഥവാ പ്രാർത്ഥിക്കുന്നു. അതുതന്നെയാണ് വിദൂരമായ വഴിപിഴവ്. വചനം 13. വാക്കർത്ഥം. യദ്ഉ, അവൻ വിളിക്കുന്നു, ലമൻ, ഒരുവനെത്തന്നെ, യാതൊരുവനെത്തന്നെ, ദൊർറുഹു, അവൻ്റെ ഉപദ്രവം, അഖ്റബു, കൂടുതൽ അടുത്തതാണ്, അഥവാ എളുപ്പമുള്ളതാണ്, മിൻ നഫ്ഇഹി, അവൻ്റെ ഉപകാരത്തേക്കാൾ, ലബിഇസ, എത്ര ദുഷിച്ചത്, വളരെ മോശപ്പെട്ടത്, അൽ മൗല, സഹായകൻ, രക്ഷാകർത്താവ്, യജമാനൻ, വലബിഇസ, എത്ര ദുഷിച്ചതും, അൽ അഷീർ, കൂട്ടാളി, കൂട്ടുകാരൻ. يدعو لمن ضره أقرب من نفعه لبئس المولى ولبئس العشير. യാതൊരുത്തൻ്റെ ഉപദ്രവം അവൻ്റെ ഉപകാരത്തേക്കാൾ കൂടുതൽ അടുത്തതാണോ, അങ്ങനെയുള്ളവനെ തന്നെ അവൻ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അവനെത്ര ദുഷിച്ച രക്ഷാധികാരി, അവനെത്ര ദുഷിച്ച കൂട്ടുകാരനും. 11 മുതൽ 13 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. ലക്ഷ്യവും തെളിവുമില്ലാതെ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തർക്കം നടത്തുന്നവരെക്കുറിച്ച് പ്രസ്താവിച്ച ശേഷം മതത്തിൽ അടിയുറപ്പും വിശ്വാസത്തിൽ സ്ഥിരതയുമില്ലാതെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന ചിലരെക്കുറിച്ചാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്. ഇവരുടെ വിശ്വാസവും ആരാധനകളുമെല്ലാം അപ്പപ്പോൾ തങ്ങൾക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന പരിതസ്ഥിതികൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. മതത്തിൻ്റെ ഉള്ളിലേക്കോ മധ്യത്തിലേക്കോ
അവർ പ്രവേശിക്കുന്നില്ല. നേരെ മറിച്ച് അതിൻ്റെ പുറമക്കിൽ ആടിക്കളിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. സുഖസന്തോഷങ്ങളും സൗകര്യവുമാണ് അവർക്ക് കൈവരുന്നതെങ്കിൽ അവർ സംതൃപ്തരായി സമാധാനമടയും. തങ്ങളുടെ വിശ്വാസത്തിൻ്റെയും നടപടിയുടെയും ഗുണഗണങ്ങളെപ്പറ്റി ഒരു പക്ഷേ അവർ ആത്മപ്രശംസ നടത്തുകയും ചെയ്യും. ശാരീരികമോ മാനസികമോ ധനപരമോ ആയ വല്ല ദോഷവും ബാധിച്ചു വന്നിരിക്കട്ടെ, അവരുടെ നില പെട്ടെന്ന് അവതാളത്തിലാകുന്നു. അങ്ങനെ അവിശ്വാസത്തിലേക്കും ദുർനടപ്പിലേക്കും വഴുതിപ്പോകുകയും ചെയ്യും. അതേവരെ തങ്ങൾ ആചരിച്ചു വന്ന നടപടികളെ പഴിക്കുകയും ചെയ്തേക്കും. ചുരുക്കിപ്പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമല്ലാതെ ആടിക്കളിച്ചു കൊണ്ടിരിക്കുന്നവരാണവർ. മുദബ്ദബീന ബൈന ദാലിക ലാ ഇലാഹ ഉലാഇ വലാ ഇലാഹ ഉലാഇ വമൻ യുദ്ലിലില്ലാഹു ഫലൻ തജിദ ലഹു സബീല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലത്തുണ്ടായിരുന്ന ഇത്തരം ചില ആളുകളുടെ ചെയ്തികളെ വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഈ വചനം അവതരിച്ചതെന്ന് നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ഈ സ്വഭാവക്കാരായ ആളുകൾ എല്ലാ കാലത്തുമെന്ന പോലെ ഇന്നും കാണപ്പെടുന്നതാണ്. കുഫ്റിൻ്റെ അഥവാ അവിശ്വാസത്തിൻ്റെ അനിവാര്യ ഫലങ്ങളാണ് സംശയവും നിരാശയും. ഈമാനിൽ അഥവാ സത്യവിശ്വാസത്തിൽ അടിയുറച്ചിട്ടുള്ളവനെ സംശയവും നിരാശയും ബാധിക്കയില്ല. അവൻ സന്തോഷത്തിൽ നന്ദിയുള്ളവനും സന്താപത്തിൽ ക്ഷമയുള്ളവനും ഭാവിയെക്കുറിച്ച് പ്രതീക്ഷയുള്ളവനുമായിരിക്കും. അവനെ ബാധിക്കുന്ന വിഷമങ്ങളും പരീക്ഷണങ്ങളും അവൻ സഹനപൂർവം തരണം ചെയ്യും. അതവൻ്റെ വിശ്വാസത്തെ ദൃഢപ്പെടുത്തുകയും കളങ്കരഹിതമാക്കുകയുമാണ് ചെയ്യുക. തൻ്റെ വിശ്വാസത്തിൻ്റെയും നടപടിക്രമങ്ങളുടെയും ഫലം താൽക്കാലിക സുഖസൗകര്യങ്ങളിൽ അധിഷ്ഠിതമാണെന്നവൻ കരുതുകയില്ല. സത്യം പ്രാപിക്കുക, സ്രഷ്ടാവിനെ അനുസരിക്കുക, അവൻ്റെ ശിക്ഷയെ ഭയപ്പെടുക, അവൻ്റെ പ്രതിഫലം പ്രതീക്ഷിക്കുക ഇത്യാദി ഗുണങ്ങളാണ് മതവിശ്വാസിക്കുണ്ടായിരിക്കേണ്ടത്. ഭൗതികവും താൽക്കാലികവുമായ നന്മകളെ ഉന്നം വെക്കുന്ന മതവിശ്വാസി കേവലം മുനാഫിഖ് അഥവാ കപടവിശ്വാസിയാകുന്നു. മേൽപ്പറഞ്ഞ വിധം അസ്ഥിരമായ നില കൈക്കൊള്ളുന്നതുകൊണ്ട് അവർക്കുണ്ടാകുന്ന നേട്ടമെന്താണ്? ഇഹത്തിലും പരത്തിലും നഷ്ടം തന്നെ. ഒരു സത്യവിശ്വാസിക്കുണ്ടാകുന്ന സകല ഗുണങ്ങളും അവർക്ക് നഷ്ടപ്പെടുന്നു. ഏതൊരു വ്യാമോഹമാണ് അവരെ മതത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ചതെങ്കിൽ ആ വ്യാമോഹമെങ്കിലും അതുമൂലം സാധ്യമാകുമോ? അതുമില്ല. അല്ലാഹു അവർക്ക് കണക്കാക്കിയതിലപ്പുറം ഒന്നും തന്നെ ആ വ്യതിയാനം അവർക്ക് നേടിക്കൊടുക്കുന്നില്ല. പരലോകത്താകട്ടെ കാലാകാല ശിക്ഷയും. ഇതിൽ പരം എന്തൊരു നഷ്ടമാണ് സംഭവിക്കാനുള്ളത്? അല്ലാഹുവിനെ ആരാധിച്ചും സന്തോഷസന്താപങ്ങളിൽ അവനെ വിളിച്ചു പ്രാർത്ഥിച്ചും വരുന്നവർ അതുമൂലം തനിക്കു വേണ്ടത്ര നന്മകൾ ലഭിച്ചില്ലെന്നോ തിന്മകളിൽ നിന്ന് രക്ഷ കിട്ടിയില്ലെന്നോ കരുതി അത് ഉപേക്ഷിച്ചെന്നു വെക്കുക. എന്നാൽ പിന്നെ അവന്റെ ആശകൾ അർപ്പിക്കുവാനും അപേക്ഷകൾ സമർപ്പിക്കുവാനും മറ്റാരാണുള്ളത്? അല്ലാഹുവല്ലാത്ത ഏതൊന്നിനെ അവൻ തിരഞ്ഞെടുത്താലും ശരി, അതിനെ വിളിച്ചാരാധിച്ചതുകൊണ്ട് ഒരു നേട്ടമോ വിളിച്ചാരാധിക്കാത്തതുകൊണ്ട് ഒരു കോട്ടമോ അവന് നേരിടുവാനില്ല. എന്നിരിക്കെ എല്ലാ നന്മയും എല്ലാ തിന്മയും ഏതൊരു മഹാശക്തിയുടെ കയ്യിലാണോ ആ മഹാശക്തിയെ വിട്ട് മറ്റൊന്നിനെ ശരണം പ്രാപിക്കുന്നതിൽ പരം ദൗർഭാഗ്യകരമായിട്ടുള്ളതെന്താണ്? ഉപകാരവും അപകാരവുമില്ലെങ്കിൽ പോകട്ടെ എന്നുവെച്ച് തൃപ്തിയടയുവാനും തരമില്ല. കാരണം അതുമൂലം ഖിയാമത്തുനാളിൽ വമ്പിച്ച ശിക്ഷയും ആപത്തുകളും അവനെ ബാധിക്കാനിരിക്കുന്നുമുണ്ട്. നരകശിക്ഷ അനുഭവപ്പെടുമ്പോൾ അവൻ ഇങ്ങനെ വിളിച്ചട്ടഹസിച്ചേക്കും: അയ്യോ, സഹായകനും ബന്ധുവുമായി ഞാൻ കരുതി വന്നവൻ വളരെ മോശപ്പെട്ടവനായല്ലോ. ഞാൻ തുണക്കാരനും കൂട്ടുകാരനുമാക്കി വച്ചവൻ ഇത്രത്തോളം കൊള്ളരുതാത്തവനായല്ലോ എന്നൊക്കെ. ലബിഇസൽ മൗല വലബിഇസൽ അശീർ.